സ്വാഗതം ടോപ് 10ലേക്ക്. കുഴികളിലൂടെ സഞ്ചരിക്കാൻ എന്തിനു പണം നൽകണം? ഹൈക്കോടതി ചോദിച്ച അതേ ചോദ്യം ആവർത്തിക്കുകയാണ് സുപ്രീം കോടതി. എന്തായാലും തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിക്കേണ്ട എന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. റോഡ് ശരിയാക്കാതെ ദേശീയപാത അതോറിറ്റിക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിക്കേണ്ട എന്ന് സുപ്രീം കോടതി. കേസിൽ ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടി. 4 ആഴ്ച ടോൾ തടഞ്ഞ ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ല എന്ന് സുപ്രീം കോടതി. കുഴിയിലൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ പണം നൽകേണ്ടതില്ല എന്ന് വിമർശനം. പിബിക്ക് നൽകിയ കത്ത് മകൻ ചോർത്തിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാതി നൽകിയ മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ്. പ്രതിച്ഛായയെയും വിശ്വാസ്യതയെയും ബാധിച്ചുവെന്ന് ഗോവിന്ദൻ. CPM വ്യക്തമായ മറുപടി പറയണമെന്ന് കോൺഗ്രസും BJP. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശന റെഡ്ഡി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. വോട്ട് കൊള്ളയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ചർച്ച ആവശ്യപ്പെട്ട പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിലെ സമയപരിധിയിൽ സുപ്രീം കോടതി നിലപാട് നിർണായകം. രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം പൂർത്തിയായി. റഫറൻസിന് പിന്നിൽ കേന്ദ്രമെന്നും വിധി മറികടക്കാൻ ശ്രമമെന്നും കേരളം. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ല എന്ന് തമിഴ്നാട്. ഭരണഘടനാപരമായ കാര്യമെന്നും രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്നും കേന്ദ്രം. ഓണത്തിന് ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി 25 രൂപ നിരക്കിൽ നൽകുമെന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അരി നൽകുമെന്ന മന്ത്രി GR അനിൽ. വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാനുള്ള നടപടികൾ തുടരുകയാണെന്നും മന്ത്രി. ഓണക്കിറ്റ് വിതരണം ഈ മാസം 26 മുതൽ. നെഹ്റു ട്രോഫിക്ക് തുടക്കമിട്ട നടുഭാഗം ചുണ്ടൻ തകർച്ചയുടെ വക്കിൽ. സ്മാരകമാക്കുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ടോപ് 10 സ്പെഷ്യൽ. പ്രിയതാരത്തിന്റെ തിരിച്ചുവരവിൽ ആഹ്ലാദിച്ച സിനിമാ ലോകം. പൂർണ്ണ ആരോഗ്യത്തോടെ മമ്മൂട്ടി തിരിച്ചെത്തുന്നു. ആവേശത്തോടെ ആരാധകർ. സന്തോഷം പങ്കുവെച്ച് മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നായകൻ, ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ. യശസ്വി ജയ്സ്വാളും ശ്രേയസ് അയ്യരും പുറത്ത്. ഏകദിന ലോകകപ്പിനും ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെയും പ്രഖ്യാപിച്ചു. ഹർമൻ പ്രീത് കൗർ നയിക്കും. മലയാളി താരം മിന്നുമണിയും ഷഫാലി വർമ്മയും ടീമിലില്ല. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രത്യേക ചർച്ച നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. സമാധാന പ്രഖ്യാപനമില്ലാതെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. അമേരിക്ക റഷ്യ യുക്രൈൻ ത്രികക്ഷി സമ്മേളനത്തിന് തീരുമാനം. സ്റ്റോറി ഓഫ് ദി ഡേ. വട്ടവടയിൽ ഇത് വിളവെടുപ്പ് കാലം. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പൗരന്മാരുടെ ദുരവസ്ഥയിലാണ് തങ്ങൾക്ക് ആശങ്കയെന്നും കോടതി പറഞ്ഞു. പാലിയേക്കര ടോൾ പ്ലാസയിൽ 4 ആഴ്ചത്തേക്ക് പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും അപ്പീൽ നൽകിയത്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കുഴിയിലൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ പണം നൽകേണ്ടതില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം തന്നെയല്ലേ കോടതി ഉന്നയിച്ചിരിക്കുന്നത്? ശ്രീജ, ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് തന്നെ അതിനിപ്പോൾ വിധിയാണ് വന്നത്. അതിനു മുൻപേ ഹർജി പരിഗണിക്കുന്ന സമയത്ത് തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. 65 കിലോമീറ്ററിന് 150 രൂപ ടോള് നൽകുന്നത് എന്തിനാണെന്നൊരു ചോദ്യം ആദ്യം തന്നെ 3 അംഗ ബെഞ്ച് ചോദിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്.
വലിയ രീതിയിലുള്ള കുഴിയാണ് പ്രധാനമായും ഈ വഴികളിലെല്ലാം തന്നെ ഉള്ളത്. മണിക്കൂറോളം 12 മണിക്കൂറോളമാണ് വാഹനങ്ങൾ കുരുക്കിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് എന്തിന് ജനങ്ങൾ ഇത്തരത്തിൽ തങ്ങളുടെ പണം ടോളായി നൽകണമെന്നുള്ളതാണ് കോടതി ചോദിച്ചത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനല്ലേ പ്രധാനമായും ഇത് ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കേണ്ടത്. അതിന് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തടക്കം വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹർജി തള്ളിയത്. ഹൈക്കോടതിക്ക് മുൻപിലുണ്ടായിരുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് 4 ആഴ്ചത്തേക്ക് പാലിയേക്കലിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ ഘട്ടത്തിൽ അതിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും മാത്രമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ അതൊരു മാറ്റം വേണമെങ്കിൽ അത് ഹൈക്കോടതിയുടെ ബെഞ്ചിനെ തന്നെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ 3 അംഗ ബെഞ്ച് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് പാലിയേക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാതയുടെ ബന്ധപ്പെട്ടുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് തുടരണം. ഹൈക്കോടതി മേൽനോട്ടം ഉണ്ടാകണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇനി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യം ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു നീട്ടൽ, അതായത് ഇപ്പോൾ 4 ആഴ്ചത്തെ കാലാവധിയാണ്, ഗതാഗതം ശരിയായ ദിശയിലേക്ക് വരുന്നില്ല എങ്കിൽ ഹൈക്കോടതിക്ക് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. ടോൾ പിരിവ് നിർത്തലാക്കുന്ന തൽക്കാലത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ പോലും ഹൈക്കോടതി ഇടപെടില്ല എന്ന സൂചനകൾ കൂടി തന്നെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് നൽകുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഒപ്പം തന്നെ ഈ കമ്പനി, കരാർ കമ്പനി കൂടി ഇതിന്റെ അകത്ത് ഭാഗമായിരുന്നു. ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് ആണ് ആ കമ്പനി പറഞ്ഞത്. PTC എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്, ഉപകരാർ നൽകിയ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് ഈ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നതെന്നാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലെ ഈ കേസിൽ ഈ ഉപകരാർ നൽകിയ എടുത്തിട്ടുള്ള കമ്പനിയെ കൂടി കക്ഷി ചേർക്കാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം ദുരിതം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. ഒരു തരത്തിലുള്ള ഇടപെടലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന വിമർശനം കൂടി കോടതി ഉന്നയിക്കുകയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഹർജി തള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഹൈക്കോടതിക്കാണ് ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ അധികാരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുണ്ടാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ കഴിയണമെങ്കിൽ അക്കാര്യത്തിൽ ഹൈക്കോടതിയാണ് നിലപാടെടുക്കേണ്ടത്. പക്ഷേ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എങ്കിൽ എന്ത് നിലപാട് ഹൈക്കോടതി എടുക്കുന്നു ആ ഹൈക്കോടതി നിലപാടിനൊപ്പം തന്നെയായിരിക്കും സുപ്രീം കോടതി എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് അവസാനിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഹർജിക്കാരടക്കം പറഞ്ഞത്, DCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകളാണ് ഹർജിക്കാർ. അവർ നേരത്തെ പറഞ്ഞത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടി ഇതിൽ കക്ഷി ചേർത്തിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും ഈ കേസിന്റെ തുടക്കത്തിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഭാഗങ്ങൾ അവതരിപ്പിച്ചില്ല. സർക്കാരിന് വേണ്ടി ഭാഗം പറയാൻ ആരും എത്തിയില്ല എന്നൊരു വിമർശനം കൂടി ഈ ഹർജി കൊടുത്തവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മന്ത്രിമാർ തന്നെ പറഞ്ഞത് മഴ വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുഴികൾ ഉണ്ടാകുന്നു, അതിനെ മഴയെ പഴിക്കുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ ദേശീയപാതയുടെ കാര്യത്തിൽ പോലും എടുക്കുന്നുള്ളതാണ്. അതാണ് നേരത്തെ ഹർജിക്കാരടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത്. ആ ദേശീയപാത അതോറിറ്റിയെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ എടുക്കുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ തിരിച്ചടി വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കൂടിയാണ് ഇനി അറിയാനുള്ളത്. ശ്രീജ. ശരി പ്രശാന്ത്. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ അപ്പീൽ രൂക്ഷ വിമർശനങ്ങളോടെ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്. പൊതുജനം ദേശീയപാതയിൽ കുരുക്കിലമർന്ന് നരകിക്കുമ്പോഴും അനക്കമില്ലാതെ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനി. ദിവസങ്ങളായി തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ തുടരുന്ന കുരുക്കിന് ഇന്നും പൂർണ്ണ പരിഹാരമായില്ല. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ 4ഇടത്താണ് മേൽപ്പാല നിർമ്മാണം നടക്കുന്നത്. മേൽപ്പാല നിർമ്മാണം ആരംഭിച്ച അന്നു മുതൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര നരകസമാനമാണ്. 4 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും അതുവരെ ടോൾ പിരിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവ് വന്ന 2 ആഴ്ച കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതിയില്ല. നാമമാത്രമായ ജോലിക്കാരുമായുള്ള നിർമ്മാണം അടുത്തൊന്നും കഴിയുന്ന മട്ടുമില്ല. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ടോൾ പിരിവിനെതിരെ ഹാജരാകാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത് ആരോപിച്ചു. അതിശക്തമായ രീതിയിൽ വാദം നടന്നു സുപ്രീം കോടതിയിൽ. ദേശീയപാത അതോറിറ്റിയുടെ അപ്പീലും കരാർ കമ്പനിയുടെ അപ്പീലും, 2 അപ്പീലുകളും അവർക്ക് വേണ്ടി വന്ന അഭിഭാഷകർ ശക്തമായ രീതിയിൽ വാദിച്ചു. ഞാൻ ഏർപ്പാട് ചെയ്ത ജയന്ത് മുത്തുരാജ് എന്ന് പറഞ്ഞ അഭിഭാഷകനാണ് എതിർഭാഗത്തു നിന്നുണ്ടായ ആകെ അഭിഭാഷകൻ. എന്നാൽ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്നാണ് സംസ്ഥാന സർക്കാർ ഒരു അഭിഭാഷകനെ പോലും വെച്ചില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരു വില കൽപ്പിക്കാതെ കരാർ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കും ഒത്താശ ചെയ്തു കൊടുക്കാമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദേശീയപാതയിൽ കഴിഞ്ഞ 2 ദിവസം വലിയ ബ്ലോക്കാണ് രൂപപ്പെട്ടത്.
ഇന്നും ദേശീയപാതയിലൂടെയുള്ള യാത്ര ഗതാഗതക്കുരുക്ക് നിറഞ്ഞതായിരുന്നു. ടോൾ പിരിക്കുന്നതിൽ നിന്ന് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ ടോൾ ബൂത്തിലെ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും കമ്പനി ഒഴിവാക്കിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. PBക്ക് നൽകിയ കത്ത് മകൻ ചോർത്തിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാതി നൽകിയ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് MV ഗോവിന്ദൻ. മാനഹാനിക്ക് ഇത് കാരണമായി എന്നും 3 ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് വക്കീൽ നോട്ടീസിലുള്ളത്. CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്ന സംഭവത്തിലാണ് ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകൻ ശ്യാംജിത്തിനുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. പോളിറ്റ് ബ്യൂറോ സംസ്ഥാന സമിതിക്ക് കൈമാറിയ കത്ത് ചോർത്തി നൽകിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്നായിരുന്നു മുഹമ്മദ് ഷർഷാദ് പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചത്. MV ഗോവിന്ദൻ അടക്കമുള്ള CPMലെ പല നേതാക്കളും ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുടെ ബിനാമികളാണെന്നും മുഹമ്മദ് ഷർഷാദ് ആരോപണം ഉന്നയിച്ചു. ഇതിലൂടെ തനിക്കും തന്റെ കുടുംബത്തിനുമുണ്ടായ മാനഹാനി ചൂണ്ടിക്കാണിച്ചാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുഹമ്മദ് ഷർഷാദിന് നോട്ടീസ് അയച്ചത്. നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും വാർത്തകൾ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അരനൂറ്റാണ്ട് പിന്നിടുന്ന തന്റെ പൊതുപ്രവർത്തനത്തിന്റെ പ്രതിച്ഛായയ്ക്കും വിശ്വാസത്തെയുമാണ് ആരോപണങ്ങൾ ബാധിച്ചതെന്നും നോട്ടീസിൽ പറയുന്നു. മുഹമ്മദ് ഷർഷാദ് മുമ്പ് ഓൺലൈൻ മീഡിയ വഴി നടത്തിയ ഇതേ ആരോപണത്തിൽ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് 2024 മെയ് 17 പാർട്ടിക്കയച്ച കത്തിനെക്കുറിച്ചും നോട്ടീസിൽ പരാമർശമുണ്ട്. മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണങ്ങൾക്കെതിരെ പ്രവാസി വ്യവസായി രാജേഷ് കൃഷ്ണയും മാനനഷ്ടത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചെന്നൈ വ്യവസായി PBക്ക് നൽകിയ പരാതി ചോർന്ന വിവാദം പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചുവെങ്കിലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് പാർട്ടിയുടെ നീക്കം. CPM നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും BJP. കത്ത് വിവാദം അസംബന്ധമാണെന്നും പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെ CPM നേതാക്കളും പ്രതികരണവുമായി എത്തി. വിവാദത്തെ പുച്ഛിച്ചു തള്ളുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് MV ഗോവിന്ദൻ ആക്രമിക്കപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കത്ത് ചോർന്നിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി കയറി ഒന്നുമില്ല. ഇത്ര സത്യസന്ധനായ മനുഷ്യൻ കേരള രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ജ്വലിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഗോവിന്ദൻ മാഷയെ പറ്റി എന്ത് ധാരണപക്ഷ ആർക്കുള്ള എതിരാളികൾക്കുണ്ടോ? കത്ത് ചോർച്ചയിൽ പ്രതികരിക്കാനില്ലെന്ന് ബിനോയ് വിശ്വം. തനിക്ക് മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ എന്നും അതിനാൽ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞു. എല്ലാ പത്രവാർത്തകളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് അശേഷം സ്നേഹമില്ലാത്ത, തരം കിട്ടുമ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒന്ന് കൊച്ചാക്കാനോ കുത്താനോ ശ്രമിക്കുന്ന പത്രങ്ങൾ ഞാൻ പറയുന്നത് വായിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. കത്ത് വിവാദത്തിൽ CPM മറുപടി പറയുന്നില്ലെന്ന് VD സതീശൻ ആരോപിച്ചു. CPM ഉത്തരമുട്ടി നിൽക്കുകയാണ് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഒരാളും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. CPM അതിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ആ രേഖകളിലും അതിലുന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിഷേധിക്കാൻ CPM പാർട്ടിക്ക് കഴിയില്ല. ആരോപണങ്ങളെ അവഗണിച്ചാൽ ശക്തമായ സമരം നടത്തുമെന്ന് K മുരളീധരനും പറഞ്ഞു. അതിനെ അവഗണിക്കുക എന്നാണ് CPM തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. പരാതി ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയേണ്ടത് CPM ആണെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ്. സർക്കാർ പദ്ധതികളിൽ വിദേശ കമ്പനികളെ ഉൾപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും MT രമേശ് ആരോപിച്ചു. വിദേശ വ്യവസായികളുടെ കള്ളപ്പണം വെളുപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത TV. കൊല്ലം കടക്കലിൽ CPM കോൺഗ്രസ് സംഘർഷം. CPM കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിധുന് കുത്തേറ്റു. DYFI മേഖലാ പ്രസിഡന്റ് അരുണിന് തലയ്ക്ക് പരിക്കേറ്റു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രതിഷേധ മാർച്ചിനിടെയായിരുന്നു സംഘർഷം. കടയ്ക്കലിൽ കോൺഗ്രസ് ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. CPM DYFI പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യയോഗമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി.
വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. DMK MP തിരുച്ചി ശിവ, ISRO മുൻ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈ, തുഷാർ ഗാന്ധി എന്നീ പേരുകൾ മറികടന്നാണ് മുൻ ജസ്റ്റിസിലേക്ക് പ്രതിപക്ഷം എത്തിയത്. കോൺഗ്രസാണ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത്. മറ്റു പേരുകൾ എതിർപ്പറിയിച്ച തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഈ പേരിന് പിന്തുണ പ്രഖ്യാപിച്ചു. സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിൽ കൂടിയും ആം ആദ്മി പാർട്ടിയും സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. मुझे खुशी होती है कि सभी अपोजिशन पार्टी एक होकर एक नाम पे अगर मिल के लड़ने के लिए तैयार है तो ये बहुत बड़ा अचीवमेंट डेमोक्रेसी का और लोकतंत्र का है. 1946 ജൂലൈ 8 ആന്ധ്രാപ്രദേശിലാണ് സുദർശൻ റെഡ്ഡിയുടെ ജനനം. 1971 ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ബാർ കൌൺസിലിൽ അഭിഭാഷകനായി ചേർന്നു. 1995 മെയ് 2 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായി നിയമിതനായി. പിന്നീട് 2005 ഡിസംബർ 5 ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും 2007 മുതൽ 2011 ജൂലൈ 8 വരെ സുപ്രീംകോടതി ജഡ്ജിയായും പ്രവർത്തിച്ചു. ഗോവ ലോകായുക്തയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൊതുസ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന BJP നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. 21 സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്മേൽ സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി. റഫറൻസിന് പിന്നിൽ കേന്ദ്രം എന്ന് കേരളം പറഞ്ഞു. അതേസമയം റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം. എന്നാൽ റഫറൻസ് നൽകാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്നും സമയപരിധി നിശ്ചയിച്ചതിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയിലാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ 3 മാസത്തെ സമയപരിധി സുപ്രീംകോടതി നിശ്ചയിച്ചത്. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു വിധി. പിന്നീട് ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജിയിലും ഇതേ വിധി പ്രാബല്യത്തിൽ വന്നു. ഇതോടെയാണ് കേന്ദ്രവും രാഷ്ട്രപതി ഭവനും സുപ്രീംകോടതി വിധി ചോദ്യം ചെയ്തത്. വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയപ്പോൾ രാഷ്ട്രപതി റഫറൻസ് നൽകുകയാണ് ഉണ്ടായത്. 14 കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയത്. റഫറൻസിന്മേൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും വാദമാണ് നടന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസ് കേന്ദ്ര സർക്കാരിന്റേതാണെന്നും സുപ്രീംകോടതി വിധി മറികടക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും കേരളത്തിനു വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം. 2-അംഗ ബെഞ്ചിന്റെ വിധിയെ റഫറൻസിലൂടെ പുനഃപരിശോധിക്കാനാകില്ല. എന്നാൽ റഫറൻസ് അയക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. മുൻപും ഇത്തരത്തിൽ റഫറൻസുകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനായി AGയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ് ഹാജരായത്. ഭരണഘടനാ അനുച്ഛേദം 200, 201 എന്നിവ പ്രകാരമാണ് ഗവർണറും രാഷ്ട്രപതിയും ബില്ലുകളിന്മേൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നത്. അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ സമയപരിധി ഏർപ്പെടുത്തണമെങ്കിൽ അനുച്ഛേദം തന്നെ ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഓണത്തിന് ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. APL BPL വ്യത്യാസമില്ലാതെയാണ് അരി വിതരണം. വിപണിയിൽ വെളിച്ചെണ്ണ വില കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഈ മാസം 26 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 4 വരെയാണ് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം. ആദ്യഘട്ടത്തിൽ AAY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് വിതരണം ചെയ്യുക. 14 ഇന സാധനങ്ങൾ ഉൾപ്പെടുന്നതാണ് കിറ്റ്. കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ അരിയും ഓണത്തിന് ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങാൻ സാധിക്കും. ഇത് ആദ്യമായാണ് മുൻകൂറായി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് 25 മുതൽ വാങ്ങുന്നതിനുള്ള അവസരം ജനങ്ങൾക്ക് നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങിയ എല്ലാ കുടുംബത്തിനും സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങാനുള്ള അവസരം കൊടുക്കുക. വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. സബ്സിഡിയായി ലിറ്ററിന് 349 രൂപയ്ക്ക് നൽകുന്നത് ശബരി വെളിച്ചെണ്ണയാണ്. ഇതിന്റെ വില ഈ മാസം 25 മുതൽ വീണ്ടും കുറയുമെന്ന് മന്ത്രി പറഞ്ഞു. വെളിച്ചെണ്ണയുടെ വിൽപ്പനയുടെ കാര്യത്തിൽ സബ്സിഡി ഉൾപ്പെടെയുള്ള വെളിച്ചെണ്ണയുടെ വില
ഓഗസ്റ്റ് 25 മുതൽ നമ്മുടെ ഓണച്ചന്ത ആരംഭിക്കുന്ന അന്ന് മുതൽ വീണ്ടും കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. സപ്ലൈകോ ശബരി ബ്രാൻഡിലെ 5 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. നടി റിമ കല്ലിങ്കൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ്, ജനറൽ മാനേജർ VM ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിലേക്ക് ജലോത്സവ പ്രേമികൾ തയ്യാറെടുക്കുമ്പോൾ ചരിത്രം രചിച്ച ഒരു ചുണ്ടൻ വള്ളമുണ്ട് ആലപ്പുഴയിൽ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവേശത്തിൽ ചാടിക്കയറിയ നടുഭാഗം ചുണ്ടൻ. നെഹ്റു ട്രോഫിക്ക് തന്നെ കാരണക്കാരനായ ചരിത്രമുറങ്ങുന്ന ചുണ്ടൻ പക്ഷേ ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. സംരക്ഷിത സ്മാരകമായി ഉയർത്തുമെന്ന പല തവണയായി പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി. ടോപ് 10 സ്പെഷ്യൽ. ആവേശലഹരിയിൽ വിജയിച്ചു വന്ന നടുഭാഗം ചുണ്ടനിലേക്ക് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ചാടിക്കയറുന്നു. പിന്നീടത് നെഹ്റു ട്രോഫി വള്ളംകളിയായി മാറി എന്നതാണ് ചരിത്രം. എന്നാൽ നെഹ്റുവിന്റെ പാദസ്പർശമേറ്റ നടുഭാഗം ചുണ്ടൻ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. തകർന്നു തുടങ്ങിയ വള്ളം പടുത ഉപയോഗിച്ച് പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയാണ്. വള്ളം ഇരിക്കുന്ന പ്രദേശമാകെ കാട് കയറിയ നിലയിലും. മ്യൂസിയത്തിൽ സ്മാരകമാക്കാൻ പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഇക്കാലം അത്രയും കരക്കാർ വള്ളത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് സംരക്ഷണം ഒരുക്കിയത്. പഴയ നെഹ്റു കയറിയ ആ ചരിത്ര സ്മാരകം എവിടെയെങ്കിലും ഒന്ന് കേരള ജനതയ്ക്ക് കാണത്തക്ക രീതിയിൽ ഇതിനെ സ്ഥാപിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിലെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന തോമസ് ഐസക് സാറ് പറഞ്ഞിരുന്നു ഇതിനെ ചരിത്ര സ്മാരകമാക്കി നമുക്ക് നെഹ്റു പവലിയനിൽ കൊണ്ട് വെക്കാമെന്ന്. പക്ഷേ അത് എന്തോ സാഹചര്യത്തിൽ അത് മാറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേട്ടു ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതിനെ ഒരു ചരിത്രസ്മരണമാക്കി സൂക്ഷിക്കാമെന്ന്. പക്ഷേ ഇതുവരെ ആരും ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും രംഗത്തേക്ക് വന്നിട്ടില്ല. കേടുപാടുകൾ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ ചുണ്ടന്റെ ചരിത്രം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വള്ളം സംരക്ഷണ സമിതി അംഗങ്ങൾ അധികാരികളെ സമീപിച്ചതാണ്. എന്നാൽ വള്ളം ഇപ്പോഴും തകർച്ചയുടെ വക്കിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ചുണ്ടൻ നെടുമുടി പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്നുള്ള പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തി ടൂറിസം ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് നൽകിയത്. ആലപ്പുഴയിൽ നെഹ്റു മ്യൂസിയം നിർമ്മിക്കുമ്പോൾ വള്ളം അവിടേക്ക് മാറ്റി സംരക്ഷിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കരക്കാർ പുതിയ ചുണ്ടൻ നിർമ്മിച്ച് മത്സരരംഗത്ത് സജീവമായതോടെ പഴയ ചുണ്ടൻ കൂടുതൽ അപകടാവസ്ഥയിലായി. വള്ളം സംരക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചിലവും തടസ്സമായി. ഇനി ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അധികൃതരാണ്. ഇല്ലെങ്കിൽ നഷ്ടമാകുന്നത് കേരളത്തിൻ്റെ മറ്റൊരു ചരിത്രം കൂടിയാകും. ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. നെഹ്റു ട്രോഫിയോളവും പ്രാധാന്യത്തോടെയുള്ള ഒരു വള്ളമാണ് നടുഭാഗം ചുണ്ടൻ. പല സമയങ്ങളിലായി സർക്കാർ തലത്തിൽ നിന്നും അതിനായിട്ട് സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു വലിയൊരു വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളുടെ പഴയ വള്ളത്തെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഷെഡ് നേരത്തെ ഉണ്ടായിരുന്നു, ആ ഷെഡൊക്കെ പോയി. അതിനുശേഷം ഫാൻസ് ക്ലബ്ബും NBC നടുഭാഗം ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി. പക്ഷേ എല്ലാ വർഷവും വൃത്തിയാക്കുകയും അത് പിന്നീട് കാട് പിടിക്കുകയും ചെയ്യും. പിന്നെ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ വള്ളത്തിന് കിട്ടി അതിനെ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്മാരകമായിട്ട് സംരക്ഷിക്കപ്പെടണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഗവൺമെൻറ്റും ഏത് ഗവൺമെൻറ് മാറി മാറി ഓരോ ഗവൺമെൻറ് വരുന്നുണ്ട്. പല പല വാഗ്ദാനങ്ങൾ തരിക എന്നല്ലാതെ വ്യക്തമായിട്ടൊരു ഡിസിഷൻ ആർക്കും ഉണ്ടാവുന്നില്ല. അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സാധനം നമുക്ക് നെഹ്റു പവലിയൻ തന്നെ കൊണ്ടുവെക്കണം. അല്ലാതെ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി നമുക്ക് വെക്കാം. നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കും എല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പം വ്യക്തമായുള്ള അധികാരികൾ അത് ശരിക്കും ഇവിടെ ഇടപെട്ട് ആ നെഹ്റു പവലിയനിൽ തന്നെ കൊണ്ടുവെക്കുകയാണെങ്കിൽ അത് അത്രയും നന്നാവും. പണ്ടിരുന്ന അധികാരികൾ തന്ന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. അത് പവനിൽ കൊണ്ടുപോയി ആലപ്പുഴയിൽ കൊണ്ടുപോയി അത് സംരക്ഷിക്കുമെന്നാണ് അന്ന് തന്ന വാഗ്ദാനം. അത് നിറവേറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നെഹ്റു ട്രോഫിയോളം പഴക്കമുള്ളതും നെഹ്റു ട്രോഫിയോളം പ്രാധാന്യമുള്ള ചുണ്ടനാണ് നടുഭാഗം ചുണ്ടൻ. അത് അധികാരികൾ കണ്ണു തുറന്ന് കണ്ട് അത് സംരക്ഷിക്കണമെന്നാണ് നടുഭാഗം ബോട്ട് ക്ലബിൻ്റെ അഭ്യർത്ഥന. അജയ്നാഥ് ചേരുകയാണ്. അജയ്, വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചുണ്ടൻ വള്ളം അത് വേണ്ട പരിഗണന കിട്ടാതെ നശിക്കുകയാണ്. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകുകയല്ലേ? ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വള്ളത്തെ സംബന്ധിച്ചാണെങ്കിൽ 1952 വള്ളംകളിയിൽ വിജയിച്ചു വന്ന ചുണ്ടനാണ് നടുഭാഗം ചുണ്ടൻ. ആ ചുണ്ടനിലേക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട്
പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ചാടിക്കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി പോലും ഉണ്ടായത് എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം. പക്ഷേ ആ ചരിത്ര പ്രാധാന്യത്തെ അതേ അർത്ഥത്തിൽ അടയാളപ്പെടുത്തുവാൻ, അതേ അർത്ഥത്തിൽ ഏറ്റെടുക്കുവാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഇതുമൂലം തകർന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൈതൃകമെന്ന് അവകാശപ്പെടുന്ന നമുക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് കൂടുതൽ തലയെടുപ്പോടുകൂടി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന നിരവധി ചരിത്ര സ്മാരകങ്ങളാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം നശിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 30 നടക്കാനിരിക്കുകയാണ്. തീർച്ചയായും നടുഭാഗം ചുണ്ടൻ എന്ന 1952 നെഹ്റു ചാടിക്കയറി വള്ളത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ മനസ്സിലാക്കി അതിനെ ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കേണ്ടത് ഏത് സർക്കാരാണെങ്കിൽ കൂടിയും അവരുടെ ഒരു കടമയായി തന്നെ കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. തീർച്ചയായും അജയ്, എന്തായാലും ചരിത്ര പ്രാധാന്യമുള്ള നടുഭാഗം ചുണ്ടൻ അത് വേണ്ടത്ര പരിഗണന അതിന് കിട്ടുക തന്നെ വേണം. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകരുത് എന്നുള്ളത് തന്നെയാണ് ടോപ് 10 പറയാനുള്ളത്. ചികിത്സയിലായിരുന്ന മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ. വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. സന്തോഷം പങ്കുവച്ച് താരങ്ങളും രംഗത്തെത്തി. ഇന്ന് രാവിലെയോടെയാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലങ്ങൾ പുറത്തു വന്നത്. മമ്മൂട്ടിയുടെ രോഗസൗഖ്യം സൂചിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ആദ്യം പോസ്റ്റിട്ടത് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആയിരുന്നു. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു. ദൈവമേ നന്ദി എന്നായിരുന്നു ആൻഡോ ജോസഫിന്റെ പോസ്റ്റ്. നിമിഷനേരം കൊണ്ട് ആരാധകർ പോസ്റ്റ് ഏറ്റെടുത്തു. മോഹൻലാൽ മമ്മൂട്ടിക്ക് മുത്തം കൊടുക്കുന്ന പഴയൊരു ചിത്രമാണ് പങ്കുവച്ചത്. മമ്മൂട്ടിയുടെ രോഗമുക്തിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും. മന്ത്രിമാരും ദേശീയ നേതാക്കളും അടക്കം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ കുറിപ്പുകളിട്ടിട്ടുണ്ട്. ചെന്നൈയിലെ ചികിത്സയ്ക്ക് ശേഷം മമ്മൂട്ടി കേരളത്തിലേക്ക് ഉടൻ തിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. സെപ്റ്റംബറിൽ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്ന് താരത്തോടടുത്തുള്ള വൃത്തങ്ങൾ അറിയിച്ചു. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് തിയേറ്ററിലെത്തുന്ന അടുത്ത മമ്മൂട്ടി ചിത്രം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് ടീമിനെ നയിക്കും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി. യുവതാരങ്ങളെയാണ് ഏഷ്യ കപ്പിനായി BCCI അണിനിരത്തുന്നത്. മത്സരങ്ങൾ 2020 ഫോർമാറ്റിൽ നടക്കുന്നതിനാൽ ഇത് ഏറെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. 15-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും 2020 ടീം നായകൻ സൂര്യകുമാർ യാദവും മുംബൈ BCCI ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. ടെസ്റ്റ് ടീം നായകൻ ശുഭ്മൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചു. സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി ഇറങ്ങും. തിലക് വർമ്മയും റിങ്കു സിംഗും ബാറ്റിംഗ് നിരയിലുണ്ട്. സ്പിന്നർമാരായി കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവർ ടീമിലെത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ തിളങ്ങിയ വാഷിംഗ്ടൺ സുന്ദറെ പരിഗണിച്ചില്ല. ജസ്പ്രീത് ബുംറയും ടീമിലുണ്ട്. അർഷ്ദീപ് സിംഗിനും ജസ്പ്രീത് ബുംറയ്ക്കുമൊപ്പം മൂന്നാം പേസറായി ഹർഷിത് റാണ ടീമിലെത്തിയപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ പുറത്തായി. പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബൈയും സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേലും ടീമിലുണ്ട്. യശസ്വി ജയ്സ്വാളിനെയും ശ്രേയസ് അയ്യരെയും ടീമിൽ നിന്ന് ഒഴിവാക്കി. അടുത്ത മാസം 9-നാണ് ടൂർണമെന്റ് ആരംഭിക്കുക. UAE ആണ് വേദി. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ആകെ 19 മത്സരങ്ങളാണുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും UAEയും ഒമാനും ഒരേ ഗ്രൂപ്പിലാണ്. 28-നാണ് ഫൈനൽ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. അടുത്ത മാസം ആരംഭിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിനും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻ പ്രീത് കൗർ നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ മികവ് കാട്ടിയ ഹർലീൻ ഡിയോളും ടീമിൽ ഇടം നേടി. ഓസ്ട്രേലിയക്കെതിരെ തിളങ്ങിയ മലയാളി താരം മിന്നു മണി ഉൾപ്പെടെ ഒരു മലയാളിയും ടീമിൽ ഇടം നേടിയില്ല. ഷഫാലി വർമ്മയെയും തടഞ്ഞു. രേണുക സിംഗ് താക്കൂർ തിരികെ എത്തിയപ്പോൾ സായാലി സത്ഖരെ, ക്രാന്തി ഗൌഡ്, ശ്രീചരളി തുടങ്ങിയ യുവതാരങ്ങൾ ടീമിൽ ഇടം നേടി. നീതു ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ടീം പ്രഖ്യാപനം നടത്തിയത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രത്യേക ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ചൈനീസ് പ്രസിഡന്റിന്റെ ക്ഷണം നരേന്ദ്രമോദി സ്വീകരിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നരേന്ദ്രമോദിയെ കണ്ട് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണക്കത്ത് കൈമാറി. അതിർത്തിയിലെ സമാധാനം രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ നല്ല ബന്ധത്തിന് അനിവാര്യമാകട്ടെന്ന് മോദി ചൂണ്ടിക്കാട്ടി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളിലെയും അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ചുമതലപ്പെടുത്തിയ പ്രത്യേക പ്രതിനിധികളാണ് വാങ് യിയും ഡോവലും. പ്രധാനമന്ത്രിയുമായി വാങ് യി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ചൈനീസ് പ്രതിനിധി ഇന്ത്യയിലെത്തിയത്. ഓഗസ്റ്റ് 29-ന് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത്. അതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പിരിമുറുക്കം കൂട്ടിയ സന്ദർഭത്തിലാണ് സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. ലോകം ഉറ്റുനോക്കിയ ട്രംപ് സെലൻസ്കി ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനമുണ്ടായില്ല. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലും ധാരണയായില്ല. അതേസമയം ചർച്ചകൾ ഫലപ്രദമായാണ് അവസാനിച്ചതെന്ന് ട്രംപ് പ്രതികരിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിക്കുകയും ചെയ്തു. റഷ്യയുമായി സമാധാന കരാറിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഉച്ചകോടി പ്രഖ്യാപനങ്ങളില്ലാതെ അവസാനിച്ചു. എന്നാൽ യുക്രൈന് ഭാവിയിൽ സുരക്ഷാ ഉറപ്പ് നൽകാൻ ധാരണയായി. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും. ചർച്ചയ്ക്കിടെ 40 മിനിറ്റോളം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്ന് ട്രംപ് അറിയിച്ചു. വേദി പിന്നീട് തീരുമാനിക്കും. റഷ്യ ഉക്രൈൻ നേർക്കുനേർ ചർച്ചയെന്ന ആശയത്തെ പുടിൻ അംഗീകരിച്ചെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സെലൻസ്കിയും അറിയിച്ചു. അതേസമയം സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിച്ചു. വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, ഉക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും. എന്നാൽ ആദ്യം വെടിനിർത്തൽ വേണമെന്ന് ജർമ്മനിയും ഫ്രാൻസും ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അലാസ്കയിൽ നടന്ന പുടിൻ ട്രംപ് ഉച്ചകോടിക്ക് ശേഷമാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നത്. ഫെബ്രുവരിയിൽ നടന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശം തള്ളി ഇസ്രായേൽ. ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. യുദ്ധം നിർത്തില്ല എന്നും ഗാസ പൂർണ്ണമായും പിടിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിരുന്നു. 60 ദിവസത്തേക്ക് വെടിനിർത്തിയാൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാരെ മോചിപ്പിക്കാമെന്നായിരുന്നു ഹമാസ് പറഞ്ഞത്. എന്നാൽ ഗാസ സിറ്റി പിടിച്ചെടുക്കുമെന്ന ഭയം കൊണ്ടാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു.